എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടെമ്പററി അഡ്മിഷനും അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷനും ഇന്ന് അവസാനിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത ഓപ്ഷനുകളോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ടോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ വിദ്യാർത്ഥികൾക്ക് നാളെയാണ് അതിനുള്ള അവസരം. അത് ജൂൺ 26-ാം തീയതിയാണ് അതിനുള്ള ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനും അതുപോലെ സെലക്ട് ചെയ്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനുമുള്ള അവസരമുള്ളത്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ cap.mgu.ac.in/ugcap2025/login.jsp എന്നുള്ള ലിങ്ക് മുഖേന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിൽ ഏറ്റവും താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യാനുള്ള ഭാഗം. അവിടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറന്നു പോയിട്ടുണ്ടെങ്കിൽ കനോട്ട് ആക്സസ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ റീസെറ്റ് മൈ പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നീട് വരുന്ന പേജിൽ പറയുന്ന പ്രകാരമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കാം. പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾ പുതിയ പാസ്വേഡ് കൊടുത്ത് റീസെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് എങ്ങനെ ടെമ്പററി അഡ്മിഷൻ എടുക്കാം, എങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിന് താഴെയായിട്ട് നിങ്ങൾ നേരത്തെ നേടിയ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ടെമ്പററി അഡ്മിഷനോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കത് നേടാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ആരൊക്കെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതേസമയം നിങ്ങൾക്ക് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഒരു ടെമ്പററി അഡ്മിഷൻ അല്ല എടുക്കേണ്ടത്, പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതേസമയം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒക്കെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ വേണ്ടവർക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. അതല്ല പെർമനൻറ്റ് അഡ്മിഷനാണ് വേണ്ടതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ അവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടതായിട്ടുള്ളത്. അതേസമയം നിങ്ങൾക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അത് ഒന്നാമത്തെ ഓപ്ഷനാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ ഓപ്ഷനാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം, അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങളവിടെ ടെമ്പററി അഡ്മിഷൻ നേടുകയും ചെയ്തു. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് വേറെ മാറ്റമൊന്നും ഇല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ടെമ്പററി അഡ്മിഷനായിട്ട് തന്നെ തുടരാവുന്നതാണ്. അതേസമയം നിങ്ങൾക്കിപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക്, ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷൻ കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ താഴെ എല്ലാവിധ ഓപ്ഷനും ഡിലീറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു കോളേജിലേക്ക് നിങ്ങൾ നേരിട്ട് പോയിട്ട് തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയത് ഒന്നാമത്തെ ഓപ്ഷനല്ല രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സീറ്റിൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രൊഫൈൽ മുഖേന ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ നേടുന്നത്, എങ്ങനെയാണ് പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നത് എന്നുള്ള കാര്യം നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഭാഗമുണ്ട്. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നവരും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം, നിങ്ങളവിടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അത് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഇത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ടല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ മോഡ് ഓഫ് അഡ്മിഷൻ ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് ടെമ്പററി ആണോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടാണോ സെലക്ട് ചെയ്യുന്നത്. പെർമനൻ്റ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ക്ലിക്ക് ടു ഡൗൺലോഡ് യുവർ അലോട്ട്മെൻറ്റ് മെമോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതേസമയം നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ ടെമ്പററി അഡ്മിഷൻ
എന്നുള്ള ആ ഒരു മോഡ് ഓഫ് അഡ്മിഷൻ ടെമ്പററി എന്നുള്ള സെലക്ട് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ക്ലിക്ക് ടു ഡൗൺലോഡ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളവിടെ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് കോളേജിൽ നിന്ന് കൺഫേം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ്, അത് യൂണിവേഴ്സിറ്റി കൺഫേം ചെയ്തുകൊണ്ടുള്ള ഒരു സ്ലിപ്പായിരിക്കും. അതായത് കോളേജ് ആയിരുന്നാലും ആ ഒരു കോളേജ് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് വെക്കുക. കാരണം നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്താലും ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളോ മറ്റോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വിദ്യാർത്ഥി അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഈക്വലൻസ് സർട്ടിഫിക്കറ്റ്. ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ, അത് കേരളത്തിന് പുറത്ത് പഠിച്ചവർക്ക് മാത്രമാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. അതുപോലെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ SC/BC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനലിയസ് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ EWS വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് വല്ല ബോണസ് അല്ലെങ്കിൽ വൈറ്റേജ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വേണ്ടാത്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുമുള്ള സൗകര്യം നാളെയാണ്. അത് ജൂൺ 26-ാം തീയതി വരെയാണ്. 26-ാം തീയതി വരെയല്ല, 26-ാം തീയതിയാണ് അതിനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ജൂൺ 26-ാം തീയതി, അത് നാളെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.